ഇത് കുറച്ച് ഒരു 2% നമ്മുടെ ഭൂമിയിലോട്ട് ഡയറക്റ്റ് വന്നാൽ മതി. നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളും ഭൂമി തന്നെ നമ്മൾ മെൽട്ടായിട്ട് പോകും, അല്ലെങ്കിൽ കത്തി നശിക്കും. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാളിയാണ്, അല്ലെങ്കിൽ ഒരു സർക്കിളാണ്, ഒരു വളയമാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? സൂര്യനിൽ നിന്ന് വരുന്ന ഒരു സൺസ്ട്രോമിനെ, അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ മെട്രോയിഡ്സ്, എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കാന്തിക മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന വഴി അവർ റിജക്റ്റ് ചെയ്ത് അത് അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരിച്ചു വിടുന്നു. അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ലെയറാണ് നമുക്ക് ഈ ഭൂമി തരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ 2 കാര്യം സംഭവിക്കുന്നു. ഒന്ന്, നമ്മുടെ ഭൂമിയിൽ നിന്നും മുകളിലോട്ട് പോകുന്ന കെമിക്കൽ ഇവാപ്പറേഷൻസ്, അല്ലേ, കെമിക്കൽ ഇവാപ്പറേഷൻസും സണ്ണിൽ നിന്ന് വരുന്ന സ്ട്രോക്കും. ചില ടൈമിൽ സണ്ണിൽ നിന്ന് വരുന്നത് അതിതീവ്രമായിട്ടുള്ള സ്ട്രോക്ക് ആയിരിക്കും. ഇത് വന്ന് നമ്മുടെ കാന്തിക മണ്ഡലത്തിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭൂമിയിൽ ചൂട് കൂടും, അല്ലേ? ഒരു പരിധിവരെ കാന്തിക മണ്ഡലത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് കൂടുന്നു. ഈ ചൂട് കൂടുന്ന അവസ്ഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് റീസെൻ്റ്ലി നമ്മൾ ഗ്ലോബലി കാണുന്ന ഒരു അവസ്ഥാവിശേഷം. അതായത്, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ മഴ പെയ്യുമ്പോൾ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് മഴയില്ല, അവിടെ കൊടും ചൂട്. അത് സംഭവിക്കുന്നത് ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഭൂമി ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. അത് മാത്രമാണ് ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്.